السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل وسلم وبارك على سيدنا وحبيبنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. സ്നേഹസമ്പന്നരായ സഹജനങ്ങളെ, സത്യവിശ്വാസികളെ, വിശുദ്ധ റമദാനു ഷരീഫിൻ്റെ ഏറ്റവും മഞ്ജുളമായ ആധ്യാത്മിക പ്രസരണങ്ങളുടെ മനോഹരമായ ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാൻ 17 വലിയ ഒരു ത്യാഗോജ്വല വിപ്ലവത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സമഭാവനയുടെയും ആധ്യാത്മിക ദർശനങ്ങളുടെയും ഉദാത്തമായ ഓർമ്മകളുമായി വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പട്ടിണിയും പരിവട്ടയും പ്രാരാബ്ധവും മനുഷ്യൻ്റെ ആത്മീയമായ ഭാവങ്ങളെ ഒന്നുകൂടി ഉയർത്തുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബദർ എന്ന് പറയുന്നത്. ബദർ രണാങ്കണത്തിലേക്ക് അടിവെച്ചു പോയ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെയും അവിടുത്തെ സ്വഹാബത്തിൻ്റെയും ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഈമാനികമായ ആവേശത്തെ റമദാൻ അത് പൂർണ്ണമായും നമ്മിലേക്ക് കൈമാറ്റം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ധന്യത ഓരോ നോമ്പിനും നമുക്കുണ്ട്. അതുകൊണ്ടാണ് വയുസിറൂന അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവരൊക്കെ താന്താങ്ങൾക്കുള്ളതിനേക്കാൾ വലിയ പ്രിവിലേജ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നൽകി, അതും ദീനിന് വേണ്ടി എന്നുള്ളതാണ്. ഒരാൾ സെൽഫായിട്ട് സ്വന്തത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതിലും അതിനകത്തും മറ്റൊരാളോടുള്ള ഒരു സ്നേഹമുണ്ട് എന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുകയാണ്. റമദാൻ 17 ആ ധന്യമായ ഓർമ്മകൾ തിരു സ്വഹാബത്തിൻ്റെ ജീവത്യാഗങ്ങളുടെ സമർപ്പണം കൂടിയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നോമ്പനുഷ്ഠിച്ച് പട്ടിണി കിടന്ന് നോമ്പ് മുറിക്കാൻ പോലും തയ്യാറാവാതെ പരിശുദ്ധ റബ്ബിൻ്റെ മുമ്പിൽ ധർമ്മ സമരത്തിൽ ഏർപ്പെടുകയും ജീവൻ ബലി കൊടുക്കുകയും ചെയ്ത സ്വഹാബത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ, ബദരീങ്ങളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മളൊക്കെ ശരിക്കൊരു സ്മരണ പ്രാർത്ഥനയിലൂടെ അവരെ ഓർത്തെടുക്കുന്നതിലൂടെ നിർവഹിക്കാൻ റമദാൻ നമുക്ക് വലിയൊരു പര്യാപ്തമായ അവസരം കൂടി നൽകുകയാണ്. അവരെ പേരിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുക, അവരെ ഓർക്കുക, അവരെ ഉജ്ജ്വലമായ ഓർമ്മകളെ നമ്മൾ വീടുകളിൽ അയവിറക്കുക, ഖുർആൻ പറഞ്ഞു തരുന്ന കഥകളിൽ അവരുടെ ത്യാഗോജ്വലമായ ഓർമ്മകളുണ്ട് എന്ന് നമ്മുടെ മക്കളെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഖുർആൻ ഓരോ കാര്യങ്ങളും ഉപമകളോടുകൂടെയാണ് വിശ്വാസിയെ പഠിപ്പിക്കുന്നത്. ഈ ഉപമ മുന്നിൽ വെച്ച് പറയുമ്പോൾ അത് ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുൽ ലിനുസബ്ബിത ബിഹി ഫുആദക്. കഥ പറഞ്ഞു തരുന്ന ശൈലിയാണ് ഖുർആനിൻ്റേത്. ക്ഷമയെപ്പറ്റി പറയുമ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്ന പോലെ, ത്യാഗങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്ന പോലെ, അങ്ങനെ ഉദാഹരണങ്ങൾ സഹിതം നമ്മുടെ മക്കൾക്ക് അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാനും പടുത്തുയർത്തുവാനും ഉള്ള ശ്രമങ്ങൾ ചരിത്രത്തിൻ്റെ ആഖ്യാനങ്ങളിലൂടെ നടത്തി കൊടുക്കുക. ബദരീങ്ങൾ അതിൽ ഒരു നിർണായകമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. റളിയല്ലാഹു അൻഹും വറളു അൻ. അതുകൊണ്ട് ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ബദരീങ്ങൾക്ക് നീ നൽകിയ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ, നീ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ. അവർക്ക് ശിഫ കൊടുത്തത് നീയാണ്, അവർക്ക് കഴിവുകൾ കൊടുത്തത് നീയാണ്. ഒന്നുമില്ലാതിരുന്ന ഒരു ന്യൂനപക്ഷം, അങ്കുലി പരിമിതർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ജനത മറ്റുള്ളവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ, ശത്രുപക്ഷത്തേക്ക് ചേർത്തി നോക്കുമ്പോൾ, അശ്വാരൂഢന്മാരും ആയുധ വിഭൂഷിതരും സർവായുധ സജ്ജരുമായ ഒരു ജനതയോട് പോരടിക്കാൻ പോകുമ്പോൾ അവരുടെ കയ്യിൽ ശേഷിയും ക്ഷേമുഷിയും ഒന്നുമില്ല. ആത്മീയതയുടെ മനോഹരമായ ധ്വജങ്ങളും മന്ത്രങ്ങളും ഹൃദയത്തിൻ്റെ ഉള്ളിൽ കരുതി വച്ചിരിക്കുന്ന മനോഹരമായ പ്രകാശങ്ങളും അല്ലാതെ. പക്ഷെ അത് അവരെ വഴി നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാം ലോകത്ത് കാണുന്ന വർണ്ണ പകിട്ടുകളിൽ അല്ല സമ്പത്ത് കിടക്കുന്നത്. പണത്തേക്കാൾ ഉപരി നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് സമ്പത്താണ്. സോഷ്യൽ റാപ്പ് ഒരു സമ്പത്താണ്. മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളും അവർക്ക് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖിദ്മത്തുകളും ഒരു സമ്പത്താണ്. അങ്ങനെയുള്ള സമ്പത്തിനെ അവർ കണ്ടെത്തുകയാണ്. അതിലപ്പുറം ഞങ്ങൾക്കൊന്നും വേണ്ട. അപ്പം ഈ ലോകം വളരെ നിശ്ചലം, അതുപോലെ തന്നെ നശ്വരം, അനശ്വരവും അതുപോലെ തന്നെ അകളങ്കവുമായൊരു ലോകം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് അവർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ലോകത്തെ സ്വപ്നം കണ്ട് യാത്ര പോയ പരിശുദ്ധ ബദരീങ്ങളുടെ ജീവിതത്തിൻ്റെ ദർശനം നമുക്കൊരു പാഠമാകട്ടെ.
മജ്‌ലിസുന്നൂറിലൂടെയൊക്കെ നമ്മൾ അപദാനം വാഴ്ത്തുന്നതും കൃത്യമായി അനുസ്മരിക്കുകയും നമ്മൾ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ബദരീങ്ങളാണ്. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളിലെ നേതാവാണ്, ബദരീങ്ങളുടെ ലീഡറാണ്. ബദറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ബദരീങ്ങളാണ്. ബദർ ശുഹദാക്കൾ മാത്രമല്ല. ആ അർത്ഥത്തിൽ നമ്മൾ ബദരീങ്ങളെ വായന നടത്തണം. റമദാൻ 17 എന്ന ഓർമ്മകൾ നമ്മുടെ മുമ്പിലേക്ക് തിരതല്ലി കടന്നു വരണം. നോമ്പ് നോറ്റ് ഫുട്ബോൾ കളിക്കുന്നു, എന്നിട്ട് നോമ്പ് തുറക്കുന്നു എന്നുള്ളതൊക്കെ വലിയ വാർത്തകളാകുന്ന പുതിയ ലോകത്ത് റമദാനിന്റെ ചൈതന്യം നെഞ്ചേറ്റിയിട്ട് രണവീര്യം പ്രസ്ഫുരിക്കുന്ന രണാങ്കണത്തിലേക്ക് കടന്നുപോയി ജീവത്യാഗം ചെയ്തവരുടെ ത്യാഗോജ്വലമായ ഓർമ്മകളെ ഏത് അളവുകോല് വെച്ചായിരിക്കും നമ്മളൊക്കെ അനുസ്മരിക്കുക? നമ്മുടെ മക്കൾ ബദരീങ്ങളെ പഠിക്കട്ടെ. ബദരീങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനും ഊർജ്ജസ്വലമായിട്ട് പാഠം ഉൾക്കൊള്ളാനും ഉണ്ട്. അതിനുള്ള ഒരു മനോഹരമായ സന്ദേശമായി ഈ ബദർ 17 റമദാനിന്റെ പരിശുദ്ധ റമദാൻ 17 ഈ ബദർ ദിനം നമുക്കൊക്കെ പ്രചോദനമാകട്ടെ. അള്ളാഹു ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് നമ്മൾക്ക് ദുനിയാവും ആഖിറവും ഒക്കെ വെളിച്ചമാക്കി തരട്ടെ. നമ്മുടെ ഖബർ വെളിച്ചമാക്കി തരട്ടെ. അവിടെയാണല്ലോ ഒറ്റപ്പെടലിന്റെ ഒരു ഭീകരതയുള്ളത്. ആ ഭീകരതയിൽ നാം ബദരീങ്ങളെ സ്നേഹിച്ചതും ബദരീങ്ങളുടെ മനോഹരമായ ചരിത്രത്തിന്റെ ആഖ്യാനങ്ങളെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിന്റെ നിഷ്കളങ്കമായ പൈതൃകങ്ങളെ രൂപപ്പെടുത്തിയതും ഒക്കെ തന്നെ നമ്മളെ ബർസഖി ലോകത്ത് അള്ളാഹു തആല ഒരു പ്രകാശമാക്കി നമുക്ക് പരിവർത്തിപ്പിച്ചു തരികയും അവരോടൊപ്പം സിറാത്ത് കടന്ന് അവരോടൊപ്പം ജന്നാത്തുൻ നഈമിന്റെ സൗഖ്യങ്ങളെ ആസ്വദിക്കുവാനുള്ള സമൃദ്ധമായ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اجعلنا من عبادك الصالحين وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته.